ഹായ്, ഞാൻ അബിദ റഷീദ്. ഇന്നിവിടെ എൻ്റെ കൂടെ ഒരു യങ് ഷെഫുണ്ട്. ഫിലിനെ ഞാൻ ഈ ഒരു എപ്പിസോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, ഞാനൊരു എക്സിബിഷന് പോയി. അവിടെ വെച്ചിട്ട് ഞാൻ ഫില്ലിയുടെ ഒരു സ്നാക്ക് കഴിച്ചു. ഐ റിയലി ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് സ്നാക്ക് ആൻഡ് വണ്ടർഫുൾ ഇറ്റ് വാസ്. അപ്പോൾ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ഇനി ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഫില്ലിയുടെ പ്രിപ്പറേഷൻ കാണിക്കാൻ വേണ്ടി ഫില്ലി ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് ഫിലി. ഹായ് Abida. Thank you for the invite and pleasure is all mine. ഓക്കെ, അപ്പോൾ ഫില്ലി ആദ്യം കുക്ക് ചെയ്യായിരുന്നോ? ചെറുപ്പത്തിലെ കുക്കിംഗ് ഇഷ്ടമായിരുന്നോ? ചെറുപ്പത്തിലെ കുക്കിംഗ് ഇഷ്ടമാണ്. അതായത് ഒരു ഹോബി അല്ലെങ്കിൽ എല്ലാം കുക്കിംഗ് ആയിരുന്നു. ഒരു സ്ട്രെസ് ബസ്റ്റർ ആണെങ്കിലൊക്കെ എൻ്റെ ഒരു കുക്കിംഗ് ആണ്. സ്ട്രെസ് ബസ്റ്റർ എനിക്ക് കുക്കിംഗ് ആണ്. പഠിക്കുമ്പോഴാണ് ആദ്യം കുക്ക് ചെയ്യുക. ഞാനും കുക്കിംഗ് ആണ്. സോ അങ്ങനെ ഗ്രാജുവലി അന്നൊന്നും ലൈക്ക് ഒരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മൈൻഡിലില്ലായിരുന്നു. ഫാമിലിയിൽ എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. സോ ചെറുപ്പത്തിലേ ലൈക്ക് എന്താണ് ഒരു 4th സ്റ്റാൻഡേർഡൊക്കെ തൊട്ട സമയത്ത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിന്നാണ് കുക്ക് ചെയ്യാറ് ആദ്യം. സോ ഫസ്റ്റ് ഞാൻ കുക്ക് ചെയ്തത് ഒരു പായസമാണ്, ക്യാരറ്റ് പായസം. ഐ സ്റ്റിൽ റിമെമ്പർ. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എത്തൂല, പക്ഷെ ഞാൻ സ്റ്റൂളിടും, എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. അത്രയും ഇഷ്ടമായിരുന്നു കുക്കിംഗ്. പിന്നെ ഗ്രാജുവലി അത് ബിൽഡായി വന്ന് പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ബ്രദറാണ്. കാരണം ബ്രദർ ഈസ് ലൈക്ക് ഫൂഡിയാണ്. സോ ആൾ പൊതുവെ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം തരാം 10 മിനിറ്റ്, യു കുക്ക് സംതിങ് എന്നിട്ട് എനിക്ക്. അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സ്നാക്സ് ഒക്കെ അങ്ങനെയാണ് തലയിൽ ഒരുപാട് കയറിയത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് കിച്ചൺ. Thank you so much. So I want a lot of youngsters to cook here. അപ്പോൾ we've just started cooking. And what are you ഇന്ന് എന്താ ചെയ്തുതരാൻ പോണേ? Today I am making a crispy kebab roll. ക്രിസ്പി കബാബ് റോൾ. Yeah. നോക്കാം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണം? ഐ വിൽ ഓൾസോ ഹെൽപ്പ് യു. സോ യെസ്, ബോൺലെസ് ചിക്കൻ വേണം. എങ്ങനത്തെ പീസാനും കുഴപ്പമില്ല, ജസ്റ്റ് ബോൺലെസ് ആയാൽ മതി. ബോൺലെസ് ചിക്കൻ, അതിൻ്റെ കൂടെ നമുക്ക് ഇതൊരു പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ ചിക്കൻ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സമോസയുടെ ഷീറ്റിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിംഗ് കബാബിൻ്റെ ഒക്കെ ഫില്ലിംഗ് റോൾ ചെയ്ത് ഫ്രൈ ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം. യെസ്. അപ്പോൾ ഫിലി വിൽ സ്റ്റാർട്ട് അല്ലേ? ചെയ്തോ. അപ്പോൾ എത്ര ചിക്കൻ? നമ്മളൊരു 10 ഉണ്ടാക്കാം അല്ലേ? 10 to 12 കിട്ടും. 10 to 12. അപ്പോൾ 10 to 12 ക്വാണ്ടിറ്റിയിലാണ് എടുക്കാൻ പോകുന്നത്. ഒരു 1 ഹോൾ ഓണിയൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സൈസിൽ. പിന്നെ ഒരു 5 cloves ഓഫ് ഗാർലിക്, ഗ്രീൻ ചില്ലീസ് 2. നമ്മൾ സ്പൈസി ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുമ്പം നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഗ്രീൻ ചില്ലി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി. ഒരു ഫ്ലേവർ, ഒരു ചില്ലിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് കൊറിയൻഡർ ലീഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയൻഡർ ലീവ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡിൻ്റെ കൂടെ. എല്ലാ ഇതിലും ആഡ് ചെയ്യാൻ ഇഷ്ടമാണ് പൊതുവെ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് പോകുന്നത് ഉള്ളി, പച്ചമുളക്, മല്ലിയില, മല്ലിയില അല്ലേ? ഇതിൽ ഇത്തിരി വെള്ളം കൊടുക്കാൻ പറ്റുമോ? അരയണമെങ്കിൽ ലേശം വെള്ളം വേണ്ടേ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം മതി. ഇറ്റ്സ് എ പേസ്റ്റ് ഫോം അല്ലേ? അല്ലെങ്കിൽ അത് കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഈ പേസ്റ്റ് ഇതിൽ തന്നെ ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് ഡയറക്റ്റ് ഇടാത്തതെന്ന് വെച്ചാൽ നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഡയറക്റ്റ് ചിക്കൻ അതിൽ ഇടാത്തത്. ഇനി ചിക്കനിൽ ബോൺ ഉണ്ടാവരുത് അല്ലേ? ബോണില്ല. നല്ലോണം ബോൺ എടുത്ത് കളയണം. അത് നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ തന്നെ നമ്മളെ ബുച്ചറുടെ അടുത്ത് പറഞ്ഞാൽ മതി, ചെസ്റ്റിൻ്റെ മേലെ നിന്ന് മാത്രം മീറ്റ് റിമൂവ് ചെയ്ത് തരാൻ. അങ്ങനെയാണ് ബോൺലെസ് ആക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഓക്കെ, അഗൈൻ സ്പൈസിങ് വിത്ത് ചില്ലി ഫ്ലേക്സ്. Then a little bit of turmeric powder. എൻ്റെ മാതിരി കുറച്ച് മഞ്ഞൾപ്പൊടി. എനിക്ക് മഞ്ഞൾപ്പൊടിയോട് വലിയ ഇഷ്ടമല്ല. എരിവുള്ള മുളക് പൊടിയാണ്. അബിദ റഷീദിന്റെ ഫിഷ് ഫ്രൈ മാരിനേഡിന്റെ പൊടിയാണ്. പക്ഷെ ഞാൻ എല്ലാത്തിലും അത് തന്നെ ഉപയോഗിക്കുക. ഈ മുളക് പൊടി ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യാറ്. ഇതിന്റെ പേര് ഫിഷ് ഫ്രൈ മാരിനേഡ്, പേര് അങ്ങനെ ഇട്ടുപോയതാ. പക്ഷേ ദിസ് ഈസ് എ ബേസിക് റെഡ് കറിക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്ന പൊടിയാണ്. അപ്പം ഗരം മസാല വേണ്ടേ? ഇത് എയർ ഫ്ലേവറിന്റെ ഗരം മസാല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് എയറിന്റെ ആണ്. അത് ഭയങ്കര ഫ്ലേവർ ഇതാണ്,
കോൺസെൻട്രേറ്റ് ഫോമാണ്. ഓക്കെ. സാധാരണത്തെ ഗരം മസാല ആണെങ്കിൽ കുറച്ചധികം ഇടണം. ഒരു സ്പൂൺ ഇടാം. പക്ഷേ ഇതാണെങ്കിൽ 3 ഫിംഗേഴ്സിൻ്റെ മേലെ ഇടണ്ട ഒരു ക്വാണ്ടിറ്റിക്ക്. ഓക്കെ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോൾട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കല്ലുപ്പ് ശരിയാവില്ല, പൊടിയുപ്പ് ആ പൊടിയുപ്പ് വേണം. ചില സ്ഥലത്ത് ഇപ്പോൾ എല്ലാത്തിനും കല്ലുപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ അരക്കുന്നതിൽ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് കുറച്ചും കൂടെ ഈ വെറും കല്ലുപ്പ് ഉപയോഗിക്കുന്ന പറയുന്ന വെച്ചാൽ ഈ ഉപ്പിൽ അയഡീൻ കൂടുതലാണ്. നമ്മൾ ഈ മലബാർ കോസ്റ്റിലുള്ള ആൾക്കാർക്ക് ഇത്ര അയഡീൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് ഇടണ്ട പറയുന്നത്. അപ്പൊ ഏതായാലും നിന്റെ കയ്യിലായില്ലേ, മിക്സിന്റെ ജാർ ഇത്രയും ചിക്കൻ എടുക്കുന്നില്ലെങ്കിൽ 2 വട്ടായിട്ട് ഇട്ടാൽ മതി. ആദ്യം ഒന്ന് കുറച്ചിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇടാം. ഇതിട്ട് എല്ലാ പീസും ആയി നയിക്കില്ലേ? ഓ യെസ്, ഇപ്പം സെറ്റ്. ഇതിലേക്ക് തന്നെ ഇടാം അല്ലേ? ഇതിലേക്ക് ആക്കി കൊടുക്കാം. എൻ്റെ ചെമ്പും പാത്രവും നിങ്ങൾക്ക് യൂസ്ഡ് ആയിരിക്കില്ല. നിങ്ങൾക്കെല്ലാം കുറച്ചും കൂടി വെയിറ്റ് ഇല്ലാത്ത പാത്രവും നോൺ സ്റ്റിക്കും ഓൺലി തിങ് ഇവിടെ വരുമ്പോൾ എല്ലാം പഴയ ചട്ടിയും കലക്കൊക്കെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഐ വോണ്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെയൊക്കെ ചട്ടിയും കലമൊക്കെ. അതൊക്കെ ഒന്ന് തിരിച്ച് ഉപയോഗിക്കുക ഞങ്ങളൊക്കെ. ഇതിൻ്റെതായ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതന്നെ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷെ ബോൺ ഉണ്ടാവാണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ബോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ബോണ് ഭയങ്കര ചെറിയ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇതാണ്, റിസ്ക്കാണ്, ചോക്ക് ചെയ്ത് പോകും. ഇത് അരയ്ക്കുന്നതുകൊണ്ട് എന്താ വ്യത്യാസം? ആക്ച്വലി ഇത് കബാബാണല്ലോ. നമ്മളിപ്പോൾ ഷീറ്റിൽ വെക്കുകയാണെങ്കിലും എൻ്റെ ഒരു തോട്ട് എന്താ വെച്ചാൽ കബാബ് നമ്മൾ യൂഷ്വലി കഴിക്കുന്നതിൻ്റെ കൂടെ ക്രിസ്പിനെസ് കൊണ്ടുവരാന്നുള്ളതാണ്. സോ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഇസ് ലൈക്ക് പ്രോപ്പർ കബാബിൻ്റെ ഫില്ലിംഗ് ആണ്. എന്നിട്ട് നമ്മളത് സ്നാക്കായി കഴിക്കുമ്പോൾ ക്രിസ്പി ഫീലും അതിൻ്റെ ഒരു മിൻസ്ഡ് മീറ്റുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സമൂസ ക്രിസ്പി ആവാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചില സമയത്ത് നമ്മൾ വീട്ടിൽ സമൂസ ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി ആവില്ല, അതെന്താ? മേ ബി വാട്ടർ കണ്ടന്റ് കൂടിയാൽ ആ വാട്ടർ സാഗ് ചെയ്ത് വരും. ഡോവിലുള്ളത് ഡോലല്ല, മസാല. ഉള്ളി നല്ലോണം വാടാണ്ട് നമ്മൾ പെട്ടെന്ന് ചില ഉള്ളിയിൽ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി വേവിക്കൂലേ, വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം അടക്കിക്കും നമ്മൾ ഒഴിക്കുക. അപ്പൊ അത് ഉള്ളിനെ സോഗയിക്കും. അപ്പൊ അത് പുറത്തേക്ക് വരും. അപ്പൊ എപ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് മിനിമം ക്വാണ്ടിറ്റി വെള്ളം വെച്ചിട്ട് ആ വെള്ളം അബ്സോർബ് ചെയ്യും, കുക്ക് ആവും വേണം. പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുന്നത്, അത് സാധാരണ നമ്മൾ കുക്കറിലിടുക, ഇറച്ചി വേവിക്കുമ്പോഴിടുക. ആ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടൂലേ, അതൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവറും മല്ലീൻ്റെ ഫ്ലേവറും ഒക്കെ മീറ്റിലേക്ക് പിടിക്കുക. എന്നിട്ട് വേണം ഉള്ളി പേരിന് ഇങ്ങനെ ട്രാൻസ്പാരൻറ്റോ ട്രാൻസ്ലൂസൻ്റ് ആക്കുക, അതിലേക്ക് ഇങ്ങനെ ഇടുക. അങ്ങനെ വരുമ്പോൾ സമൂസ ക്രിസ്പിയറാവും. ഓക്കെ. അതാണ് വ്യത്യാസം. ഈ ടെക്നിക്സ് നമ്മൾ കുറച്ചല്ലേ, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ടെക്നിക്സ് കുക്കിംഗ് അറിയുന്ന ആൾക്കാർക്ക് ടെക്നിക്സ് അറിയുകയാണെങ്കിൽ യു കെൻ സ്റ്റിൽ ഇംപ്രൂവ് വാട്ട് യു മേക്കിംഗ്. പിന്നെ ഉപ്പൊക്കെ ഉണ്ടാവും, പച്ചയിൽ ചെക്ക് ചെയ്യണം, അങ്ങ് പറയൂല, കുറച്ചൊന്ന് മെനക്കെട്ട് നോക്കണം അല്ലേ, അപ്പോൾ പോരാ. പിന്നെ എപ്പോഴും ലൈക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് കൂടുതൽ നിൽക്കുന്ന പോലെ ഉണ്ടാവും, കുക്കായി വരുമ്പോൾ അത് ബാലൻസ്ഡ് ആവും. അതെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മളിപ്പോൾ നാരങ്ങ കൊയ്ക്കുമ്പോഴേ അപ്പം നോക്കുമ്പോൾ ഭയങ്കര പുളി പോലെ തോന്നും. ഹാഫ് ആൻ അവർ 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുളി സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ആ കണക്കിന് വേണം ആഡ് ചെയ്യാൻ. എപ്പോഴും ഒന്ന് ഹയർ സൈഡ് സോൾട്ട്, ലെമൺ. ഹയർ സൈഡ് ഭയങ്കര ഉപ്പല്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് തോന്നുന്നു ഒരു പോയിന്റ് കൂടുതലാണെന്ന് തോന്നുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 minutes നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. സോ ദാറ്റ് ഇത് സെറ്റ് ആവും, ഷേപ്പ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവും. ഓയിൽ ഒന്ന് തന്നിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലാക്കാം. യെസ്, കുറച്ചൊന്ന് ഓയിൽ ഇതാക്കിയിട്ട് യെസ്. ഇറ്റ്സ് എ നൈസ് വേ ഓഫ് അല്ലേ, നല്ല ഫില്ലിങ്. നമ്മളൊക്കെ ശരിക്കും മലബാറി നാടൻ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും അരയ്ക്കുന്നില്ല, എല്ലാം നോർത്ത് ഇന്ത്യൻ ആണ് ഈ അരവ് അല്ലേ. നമ്മുടെ നാട്ടില് ഒന്നും നമ്മൾ അരക്കില്ല, എല്ലാം ചോപ്പ് ചെയ്തിട്ടായിരുന്നു. ഇതാകുമ്പോൾ വേഗം പണി, ഇപ്പോൾ സ്നാക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം, വേഗം മിക്സിലിട്ട് അരച്ചാൽ വേഗം സെറ്റ് ആവും. പക്ഷെ നല്ല ടേസ്റ്റുമാണ് യൂഷ്വലി കഴിക്കുമ്പോൾ. ഡിഫറൻസ്. യെസ്, ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ മറന്നു, കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യണം. അത് നമ്മൾ ആക്ച്വലി ചിക്കൻ ആഡ് ചെയ്ത സമയത്ത് ആഡ് ചെയ്യേണ്ടതാണ്, ഞാൻ ജസ്റ്റ് വിട്ടുപോയതാ. ഒരു 1 tablespoon ഒക്കെ മതിയാവും, ജസ്റ്റ് ആ ഒരു ചെറിയൊരു പുളി വരാൻ വേണ്ടി. സോയാ സോസിന് ഒരു സോർനെസ് വരാൻ വേണ്ടി. അപ്പോൾ നാരങ്ങ പോലും ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോൾ സോയാ സോസിൻ്റെ പഞ്ചാണ് ഇതിനുണ്ടാവുക.
ഓക്കെ, ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. അതായത് ഓരോ ചെറിയ ഒരു ഓവൽ ഷേപ്പിലായിട്ട് ചെറിയ കബാബിൻ്റെ സൈസിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഓയിൽ കയ്യിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് കയ്യിൻ്റെ പാമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക. ഷേപ്പാക്കി എടുക്കാം. ഓക്കെ, എന്ത് ഷേപ്പാ? ഒരു ഓവൽ കൈൻഡ് ഓഫ് നമ്മൾ നോർമൽ. യെസ്, കാരണം നമ്മൾ റോളാണ് ചെയ്യുന്നത് സമൂസ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ചെറിയ ഒരു ഉന്നക്കായ ഷേപ്പൊക്കെ കൈൻഡ് ഓഫ്. യെസ്, ഒരു ചെറിയ ചെറുനാരങ്ങന്റെ കൺസിസ്റ്റൻസി എടുത്തിട്ട് ഒരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കാം. എത്ര വയസ്സ് മുതൽ ഇങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ട് ചെയ്തത് വെൻ ഐ വാസ് ലൈക്ക് 4th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. ബട്ട് ഈ ഒരു ഫീൽഡിൽ ഒരു പേജിൽ സ്റ്റാർട്ട് ചെയ്തത് 3 years ബാക്ക്. അതായത് ഒരു 24-25 ആ ഒരു ഏജിൽ. ഇപ്പല്ല 20 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 25 ആ ഒരു ഏജിലായിരിക്കും. മോളെ ഡെലിവറി കഴിഞ്ഞ ഒരു 43 days ഉണ്ടാവുമല്ലോ, അതിനുശേഷം ഫസ്റ്റ് ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് മോക്ക് 43 days ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്പിറേഷൻ അബിദ ഞാൻ പറഞ്ഞത്. ഞാനും അതേമാതിരി ചെറുപ്പത്തിൽ ലൈക്ക് ഒരു 4th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം. ഐ മീൻ നിങ്ങളൊക്കെ പുതിയ കാലത്ത്, ഞാൻ അന്നത്തെ കാലത്ത് ഉമ്മാനോട് പറയും ആ സോസ് വാങ്ങി തരി, ഈ സോസ് വാങ്ങി തരി എന്നൊക്കെ പറയുമ്പോൾ വേറെ പണിയില്ല എന്ന് പറയും. ഇവൻ ഐ യൂസ് ടു ഗെറ്റ് ഓൾ ദാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. ഞാൻ ചെറുപ്പത്തിലെ സമയത്ത് ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഇഷ്ടം ഫുഡ് ചെയ്യാൻ. സോ ഹീസ് ലൈക്ക് ഇന്ന് പണ്ട് ഞാൻ എല്ലാവരും കാർട്ടൂണായിരിക്കും കാണുക, ഞാൻ സ്കൂളിൽ വന്നാൽ കാണൽ കുക്കറി ഷോ ആണ്. ഗ്രാൻഡ് ഫാദർ പറയും നല്ല കുക്കറി ഷോ വരുന്നുണ്ട് ഇരുന്നോ എന്ന് പറയും. സോ അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇഷ്ടം ഒരു ഇത് വന്നു തുടങ്ങി. ഇതൊരു ബ്ലഡിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ, അതേമാതിരി ഇതും ഒരു കലയാണ് കുക്കറി. പക്ഷേ അത് കലാകാരന്മാർ വലിയ ജാതി ഉണ്ടാക്കും, ലൈക്ക് സംതിങ് ക്രിയേഷൻ ഉണ്ടാക്കും, അല്ലെ പുതിയത് ഉണ്ടാക്കും. എല്ലാവർക്കും ഡാൻസ് കളിക്കാമല്ലോ, അതേമാതിരി എല്ലാവരും കുക്ക് ചെയ്യുക. അത് ഭയങ്കര ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആവണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നല്ലത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുക. അതേ സമയത്ത് നമ്മൾക്ക് തന്നെ അറിഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുക. അതെല്ലാം ഒരുപാട് മാറ്റർ ചെയ്യും നമ്മളെ ഫ്യൂച്ചറിലേക്ക്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഇൻസ്പിറേഷൻ കൊടുക്കുക, പേരൻസ് അവർക്ക് അതിനുള്ള ലിബർട്ടി കൊടുക്കുക കിച്ചണിൽ, അല്ലേ വേണ്ടേ? അപ്പൊ എന്തായാലും നിന്റെ മകൾക്ക് എന്തായാലും ഇഷ്ടമുണ്ടാവും. ബിക്കോസ് അമ്മേനെ ഇങ്ങനെ കണ്ടിട്ടല്ലേ മക്കള് വളരുക. മോള് ഫുൾ ടൈം ഇതാണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ്. ടോയ്സ് ആണെങ്കിൽ കൂടി ആളുടെ കിച്ചൺ സെറ്റ് വെക്കുക. ഞാൻ കുനാഫയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, സ്പൈസി കുനാഫ. വെറുതെ ഇരുന്ന് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് പറയും ഇത് ക്രാബ് കുനാഫ. ആളത് കണ്ടിട്ട് അതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പേരൻസിൻ്റെ അടുത്താണ് തെറ്റ്, അല്ലേ? പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് സ്പൈസി നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമാണ് മിക്ക കുട്ടികളും. ആൺ പെണ്ണെന്നില്ല കേട്ടോ, എല്ലാവർക്കും വേണം. ഇതിപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് മാറി. ഇതെന്താ സാധനം? ഇത് സമൂസ ഷീറ്റ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഓഹോ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും അല്ലേ? സമൂസ ഷീറ്റ് ഇതേമാതിരി തന്നെ ഒരു പാക്കറ്റിലാണ് ഇത് കിട്ടുക. പല ബ്രാൻഡ്സിലും മിക്കവാറും അത് ഫ്രീസറിലാണോ ഉണ്ടാവുക? ഫ്രീസറിലോ കാണും സൂപ്പർ മാർക്കറ്റ്സിൽ. സമൂസ എല്ലായിടത്തും കിട്ടും. അല്ലെങ്കിൽ സ്വിസ് റോള് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ഷേപ്പ് ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് സമൂസ ഷീറ്റാണ്. ഇതിലിപ്പോൾ സ്പ്രിംഗ് റോൾ പുറത്ത് വെക്കണ്ട മോളെ. ഫ്രീസറിൽ നിന്ന് എടുത്തൊരു 10-15 മിനിറ്റ് നമ്മൾ പുറത്ത് വെക്കണം. അതിൻ്റെ തണുപ്പ് പോയിട്ട് എന്നാലേ നമുക്ക് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ആ സോഫ്റ്റ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അതിന് ഓരോരോ ഷീറ്റ് എടുക്കാം. അതാണ് അതിൻ്റെ ആ ക്രിസ്പിനെസ്. ശരിക്കും ഇത് പോയില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. ശരിക്കും അത് എടുക്കുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം. തണുപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതിന്റെ അകത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടല്ലോ, വെറുതെ ഫ്രൈ ചെയ്താലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്. കെച്ചപ്പ് എല്ലാം ഒഴിച്ചിട്ട് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇൻ കേസ് പൊട്ടിപ്പോയി വേസ്റ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഫ്രഞ്ച് ഫ്രൈ പോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സോസ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും. ഇതിന് ഷേപ്പ് ചെയ്ത് വെച്ച് ഇനി നമുക്കിത് റോൾ ചെയ്യണം. ഇപ്പോൾ റോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് മൈദൻ്റെ പേസ്റ്റ് പോലെ ആക്കി എടുക്കണം, ഗം ഉണ്ടാക്കണം. അപ്പോൾ മൈദ തന്നെയാണ് നല്ലതിട്ട് ഗ്ലൂ ആയി കിട്ടാൻ. യെസ്, മൈദ തന്നെ വേണം, എന്നാലേ സീലായി കിട്ടുള്ളൂ പ്രോപ്പറായിട്ട്. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഭയങ്കരമായിട്ട് തിക്കാവണം. ഓക്കെ, ഞാനും പഠിക്കുക കേട്ടോ. ഞാനിങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടാക്കില്ല.
ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ്. അതാ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഉണ്ടല്ലോ പുതിയതൊക്കെ കാണണ്ടേ. എന്നും ഞാൻ ഉണ്ടാക്കുന്നത് എന്നെ പോരാലോ. ഇപ്പം നമ്മുടെ മക്കൾക്കെല്ലാം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടാക്കി കൊടുക്കാം. മേ ബി ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഇറ്റ്സ് നോട്ട് ഓൺലി നമ്മുടെ പഴമ മാത്രമല്ല, ഇതും കൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു ഡോ മാതിരി അല്ലേ, അല്ലാണ്ട് വെള്ളമല്ല, മോലേക്ക് തിക്കായിരിക്കും. ഓക്കെ, ഗമ്മാവണം, നല്ലോണം. സ്റ്റിക്കാണോ. അപ്പോൾ ഇതിൽ ഓരോരോ കബാബ് റോൾ എടുക്കുക, ഓരോ എൻഡിൽ വെക്കുക, എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റ് വെക്കുക, എന്നിട്ട് ഒരു കബാബിൻ്റെ റോൾ ഒരു എൻഡിൽ വെക്കുക. എൻഡിൽ ഇതിൽ എണ്ണ കയറൂല? ഇല്ല, കയറില്ല. അതിനാണ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഓയിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുമ്പോൾ പുറത്തോട്ട് ചാടില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ നമ്മൾ സീൽ ചെയ്യുക. ഈ ഒരു എൻഡിൽ സീൽ ചെയ്താൽ മതി. എന്നിട്ട് റോൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു ടൈമിൽ നമുക്കിപ്പോൾ ചീസ് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ചീസി ബേസ്റ്റ് പോലെ കിട്ടും. ക്യൂബ് അല്ല, ഗ്രേറ്റഡ് ആണ് യൂസ് ചെയ്യാറ്. അല്ല, ചെറുതും 250 ഒക്കെ കിട്ടുന്നു. ഇപ്പൊ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും യു ക്യാൻ ഗോ വിത്ത് ക്യൂബ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കിയാലും മതി. ചീസിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. സ്ട്രെച്ച് കിട്ടണമെങ്കിൽ മൊസറല്ല വേണം. ബൈറ്റിൽ മാത്രമാണെങ്കിൽ നമ്മൾ അമൂലിന്റെ ക്യൂബ്സ് മതി. അപ്പോൾ ഇതിൽ കുറച്ച് ആ സ്ട്രെച്ച് വേണമെന്നുണ്ടെങ്കിൽ മൊസറല്ല ആഡ് ചെയ്യും. ചിലർക്കെല്ലാം അറിയില്ല ലൈക്ക് ചീസ് സ്ട്രെച്ച് എന്താണെന്നും. പിന്നെ ഇപ്പോൾ പിസ്സ ചീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതായത് പിസ്സ വേറെ തന്നെ വരുന്നുണ്ട്. ആ സ്ട്രെച്ച് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആ സ്ട്രെച്ച് ചീസ് തന്നെ വേണം. സോ ഇതേപോലെ ഉണ്ടാവും. ഇനി അടുത്തത് ഇതുപോലെ ചെയ്യാം. അതിങ്ങനെ റോൾ ചെയ്യുക. പശ വേണം. വേഗം ചെയ്യാലോ. ഈ മസാല ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? ഫ്രിഡ്ജിൽ വെക്കും. ഞാനിത് യൂഷ്വലി ഫിലിസ്ട്രീറ്റ്സിൽ ഫ്രോസൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു 2 months വരെ വെച്ചാലും ഒന്നും ആവില്ല. ഇപ്പം എൻ്റെതൊക്കെ എബ്രോഡിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. നല്ല സിപ്ലോക്ക് ബാഗ്സിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ബിക്കോസ് നമുക്ക് ഫ്രോസൺ ആയത് അങ്ങനെ തന്നെ എടുത്ത് പൊരിക്കാനും പറ്റില്ല. നമ്മൾ കുറച്ച് നേരം പുറത്തേക്ക് തണുപ്പ് പോകണം. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. നമ്മൾ നോർമൽ നഗറ്റ്സ് ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടിട്ടാലും കുഴപ്പമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ളിലത്തെ ഇപ്പം ഈ മിൻസ്ഡ് മീറ്റ് ഒക്കെ ഉണ്ട്, അതിൻ്റെ തണുപ്പ് നല്ല ഫ്രീസ് ആയിട്ടായിരിക്കും. അപ്പോൾ വെള്ളം ഇറങ്ങി വരും ഫ്രീസറിൽ വെക്കുമ്പോൾ. അപ്പോൾ അത് പോകാൻ വേണ്ടി കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട്. ഇല്ല ഇല്ല ഇല്ല, നമ്മൾ ക്രംസ് കൊടുക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ക്രംസ് കൊടുക്കുന്നത്. അപ്പം ഇത് ഫ്രീസ് ചെയ്തിരിക്കുമ്പോൾ സ്കിൻ അടക്കം ഫ്രീസ് ചെയ്യണം, അല്ലാണ്ട് ഇത് മാത്രം ചെയ്ത് വെക്കരുത്. അതിൻ്റെ ഫില്ലിങ് മാത്രം ചെയ്ത് ആ സമയത്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഐ മീൻ ഇതെല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആട്ടോ. നമ്മളുടെ ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് നന്നാവണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഐ എം ഫീലിംഗ് സോ നൈസ് ഈ വീഡിയോ ചെയ്യാൻ. ബിക്കോസ് ഇറ്റ്സ് സംതിങ് വെരി ഡിഫറെൻറ്റ്. പീപ്പിൾ ഓൾസോ നമുക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ എന്താ ബുദ്ധിമുട്ടുള്ള സാധനം. ചിക്കൻ സാധാരണ കഴിക്കണ തന്നെ. പിന്നെ പൊടികളാണെങ്കിൽ നമ്മൾ കോമൺലി വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പൊടികളുമാണ്. ചിലവ് കുറഞ്ഞ കാര്യം തന്നെ. ചിക്കൻ എന്തായാലും വാങ്ങുന്ന വീട്ടിലാണെങ്കിൽ ഇത് അതേമാതിരി തന്നെയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഷീറ്റ് മാത്രമല്ല, സമൂസ ഷീറ്റ്. ഐ തിങ്ക് ഒരു 90 rupees എന്തോ ഉള്ളൂ. അതിൻ്റെ ഒരു പാക്കറ്റ് 100 ഷീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊരു അത്ര എക്സ്പെൻസീവ് ആയിട്ട് വരികയില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇപ്പം യൂഷ്വലി ഇപ്പോൾ കുറേ പേര് സമൂസ ഷീറ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് പലേ മാതിരി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ചിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സമൂസ തന്നെ ഇത് ഒന്ന് റോൾ ചെയ്ത് പഠിക്കാൻ സമൂസ ഉണ്ടാക്കണമെങ്കിൽ ഈ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ആ റോളിംഗ് ഒന്ന് പഠിക്കാൻ അത് സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സമൂസ വരും. ഇപ്പം നമ്മളിത് റോൾ ചെയ്ത് വെച്ചു. റോൾ ചെയ്താൽ നല്ല നീറ്റാണ് കാണാൻ രസമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ കഴിച്ചാലും നോ വരീസ്, നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ക്രിസ്പിനെസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പാങ്കോ ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആ ഫ്ലേക്കിനെസ്സും കുറച്ചും കൂടി ക്രിസ്പിനെസ് കുറച്ച് നേരം കിട്ടും. ഈ പാങ്കോ ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. പക്ഷെ പാങ്കോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുക പാങ്കോ ക്രംസ് ആണ്. ഞാൻ പറഞ്ഞു പാങ്കോ എന്നൊക്കെ പറയുമ്പോൾ ഈസിലി അവൈലബിൾ അല്ല എന്നുള്ളൊരു ഫീലിംഗ് വേണ്ട. ഇപ്പം റെഗുലറായിട്ട് കിട്ടുന്നുണ്ട്. കപ്പയുടെ പൊടിയാണ് ശരിക്കും, പൂള കപ്പ എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഒരു ക്രംസ് ആണ്, ബ്രെഡ് ക്രംസ് പോലെ.
ഇനിയിപ്പോൾ അഥവാ നമുക്കതില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ബ്രെഡേ ഉള്ളൂ വീട്ടിലെന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ലോണം ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. പക്ഷെ ഓവർ ഗ്രൈൻഡ് ചെയ്യരുത്. ഫ്ലേക്കിനെസ് വേണം അല്ലേ? ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഫ്രൈ ചെയ്താലും സെർവ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പിനെസ് വരാൻ വേണ്ടി സോ അതുകൊണ്ടാണ് ഞാൻ പാങ്കോ ക്രംസ് ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു 100 rupees ഒക്കെ വരുന്നുള്ളൂ. 1 kg 100 rupees വരുന്നുള്ളൂ. ഒരുപാട് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട്, ഹൈപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബേക്കേഴ്സിന്റെ ഇവിടെ ഒക്കെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നേരത്തെ ആക്കി വെച്ച് നമ്മൾ ഗ്ലൂ ആക്കാൻ വേണ്ടി ഗം ആക്കാൻ വേണ്ടി വെച്ച് അതിൽ തന്നെ കുറച്ചും കൂടെ മൈദ ആഡ് ചെയ്ത് കുറച്ച് വാട്ടറി ആയിരിക്കണം, കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് ആയിരിക്കണം. അതേ ബൗളിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ മൈദ ആഡ് ചെയ്യണം, കുറച്ച് ഡിപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വാട്ടർ കൺസിസ്റ്റൻസി വാട്ടറി ആയിരിക്കണം. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിക്കുക. ഇത്തിരി ലിറ്റിൽ ബിറ്റ് ഓഫ്. ഇല്ല കാരണം സ്റ്റിക്കായി കിട്ടാൻ വേണ്ടി. അപ്പം നമുക്കിത് ഇതാ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല, അത് ഗം ചെയ്യുന്നതിൽ ഒന്നും ഇടുന്നില്ല. സീൽ ചെയ്യുന്നത് ജസ്റ്റ് പ്ലെയിൻ മതി, സീൽ ചെയ്യാനല്ലേ. ഇതിലേക്ക് കുറച്ചും കൂടെ സോൾട്ട് ആഡ് ചെയ്ത് ഈ ടൈമിൽ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം, ജസ്റ്റ് ഒരു ഫ്ലേവർ വരാൻ വേണ്ടി. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജസ്റ്റ് പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെങ്കിൽ ഈ ബാറ്ററിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ബാറ്ററിൽ ഇടുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഫ്ലേവർ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാം. അങ്ങനത്തെ ഫ്ലേവർ സീസൺ ചെയ്തിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാൻ ജസ്റ്റ് സോൾട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 by 1 ഡിപ്പ് ചെയ്യുക, ഡയറക്റ്റ് പാങ്കോ ക്രംസിൽ ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എടുക്കാം. രണ്ട് ഭാഗം ഡിപ്പ് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ ജസ്റ്റ് റോൾ ചെയ്താൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇതിൽ വെക്കാം. കൈ സ്റ്റിക്ക് ആയി പോയി നമ്മൾ കയ്യിലേക്ക് വരും. ജസ്റ്റ് ഇതേപോലെ എല്ലാം അധികമാവില്ല. ലാസ്റ്റ് ഡേ ഞാനൊരു എക്സിബിഷന് പോയപ്പോൾ ഇയാളുടെ ഒരു സമൂസ കഴിച്ചു. എന്ത് സമൂസയാണ് എൻ്റെ പേര്? ആക്ച്വലി ബീഫ് ട്രയാങ്കിൾസ് എന്നാണ്, നോർമൽ ട്രയാങ്കിൾസ്. അതിൽ വീണതാ ഞാൻ. അങ്ങനെയാണ് ഞാൻ ഇയാളെ പിടിച്ചുകൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇത് കഴിക്കാനുള്ളൊരു സമയത്ത് കിട്ടണം, കെൻ യു ഡു ഇറ്റ് എന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ഷീ ഈസ് ഡൂയിങ് ബിസിനസ്. ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാലിക്കറ്റിലാണ് ഇയാളുടെ സ്ഥലം, കാലിക്കറ്റിലാണ് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫിലിൻ്റെ ടേസ്റ്റിൽ വീണു പോയതാ ഞാൻ. താങ്ക് യു. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ, ബട്ട് ഐ അപ്രീഷിയേറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഞാൻ യൂഷ്വലി നമ്മുടെ നോർമൽ ഐറ്റം ആയിരിക്കും, പക്ഷേ അതിന് ടേസ്റ്റിലാണ് ഞാൻ കുറച്ച് ഡിഫറൻസ് കൊടുക്കാറ്. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ആ ഡിഷ് സമൂസ അല്ലേന്ന്. പിന്നെ എല്ലാവരോടും പറയുന്നത് ട്രൈ ചെയ്ത് നോക്കൂ, പക്ഷെ കഴിക്കുമ്പോൾ അത് വേറെ ഫ്ലേവർ ആയിരിക്കും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ഞാനത് പറയാറ്. അപ്പോൾ കഴിച്ചിട്ട് ഒരാൾ ശരിയാ ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാന്ന് പറയും. നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ നോർത്താണ്, ഔട്ടർ യുവർ ക്രിയേറ്റിവിറ്റി, പിന്നെ ഓരോന്നും വ്യത്യാസമുണ്ട്. ഇത് പൊരിക്കാടണോ? പൊരിക്കാട ഒന്ന്, പക്ഷെ അത് ഭയങ്കര ഹൈ ഫ്ലെയിമിലായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണോ പൊരിക്കേണ്ടത്? കുറച്ചുകൂടി മീഡിയം. ഹൈ ഫ്ലെയിം അധികമാണോ? ഇതിപ്പോ നല്ല പുക നിൽക്കണം, അപ്പൊ കരിഞ്ഞു പോകും. ഞാൻ ക്രിസ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും പറയാ എന്താ വെച്ചാൽ ആദ്യം ഒന്ന് നല്ല ചൂടിലിട്ടിട്ട് എടുക്കുക, എന്നിട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ വെക്കുക, പിന്നെ ജസ്റ്റ് നമുക്ക് ശരിക്കും ഇളക്കി പൊരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ട്രഡീഷണലിൻ്റെ വെല്ലിമേലല്ലേ. നമ്മളെല്ലാവരും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താ നോക്കിക്കണം, അത് ഇളക്കി പൊരിക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല. ബട്ട് വീണ്ടും ഞാൻ ഇൻഡസ്ട്രിയിൽ കയറിയപ്പോൾ എനിക്കത് മനസ്സിലായി. അവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല് പ്രോൺസ് ഒക്കെ ഇല്ലേ നമ്മളെ മറ്റേ കുറച്ച് വറുത്തകായ, കോഴിക്കോട് വറുത്തകായ പൊരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കുറച്ച് നേരം ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഇടും. അല്ലാണ്ട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയല്ല. അതിനൊരു ട്രിക്കാണത്, ട്രിക്ക് ഓഫ് ദ ട്രേഡാ, പറയാൻ പാടില്ല, ബട്ട് യെസ്.
ബ്രോസ്റ്റഡ് എല്ലാം ബ്രിങ് ഇറ്റ് അപ്പ് ഗോ ഡൗൺ ബാക്ക് ഡൗൺ അതിലേക്ക് തന്നെ തിരിച്ചു പോവുക. അങ്ങനെ ആവുന്ന സമയത്ത് ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. യെസ് മതിയോ ചൂട്? ഇനി ഓണാക്കണ്ടല്ലോ. ആ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ബബിൾ ആയിട്ട് വരാണെങ്കിൽ ആയിട്ടുണ്ടാവും. പിന്നെ ഇടുന്ന സമയത്ത് ആ ട്രിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ജസ്റ്റ് നമ്മളിതിങ്ങനെ ഇട്ട് നോക്കുക. പാങ്കോ ക്രംസ് ആയി എന്തായാലും ക്രംസ് അല്ല, നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും ഡോ അല്ലെങ്കിൽ സമൂസൻ്റെ ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇട്ടിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ ആവണം. ഇതിൻ്റെ അടുത്ത് ഓവർ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇടരുത്. അപ്പോൾ നമ്മൾ ഇട്ട സമയത്ത് ജസ്റ്റ് ആ വൈറ്റ് ആ ഇട്ട് ഡിഷിൻ്റെ കളർ അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ഇടാനായിരുന്നുള്ള അർത്ഥം. സോ ഓവർ നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ ഡിഷ് കരിയാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്ന് ഇത് ഓൾറെഡി കുക്കാവാത്ത ചിക്കനാണ്, ഇതിൽ കിടന്നിട്ട് വേണം കുക്കായി കിട്ടാൻ. അപ്പോൾ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഔട്ടർ വേഗം ബ്രൗൺ ആവും, പക്ഷെ ഉള്ളിൽ കുക്കായി കിട്ടില്ല. സോ ഒരു മീഡിയം ഫ്ലെയിം പോയിന്റ് ആട്ടോ അത്. പെട്ടെന്ന് ഔട്ടർ സ്കിൻ ആവാൻ വളരെ കുറച്ച് സമയം മതി. ഇൻസൈഡ് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും. അതുകൊണ്ട് പിന്നെ മാത്രമല്ല അരച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. പക്ഷെ നോട്ട് എ പ്രോബ്ലം അല്ലേ? ഒരു പ്രോബ്ലം. പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം, 1 by 1 ഓരോന്ന് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് കുത്തനെ ഇടുന്നേ? ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇടുക. ഞാൻ അങ്ങനെ ഇടാറ്. ഓക്കെ. അറിയില്ല, എനിക്കറിയില്ല വൈ കുത്തനെ ഇടുന്നോണ്ട് ഞാൻ ചോദിച്ചതാ. ചൂട് പഠിച്ചിട്ടാ അല്ല കുറച്ച് അതുകൊണ്ടാ. അല്ലല്ല, ചില ആൾക്കാർ ഇങ്ങനെ സ്ലിപ്പ് ചെയ്തിടും, ചില മേ ബി ഞാൻ വിചാരിച്ച ആ ഭാഗം സീലാവാൻ വേണ്ടി അങ്ങനെ ചെയ്യാണ്. ജസ്റ്റ് നോർമൽ. ഞാൻ സ്പ്രിംഗ് റോൾസ് ഒക്കെ ആകുമ്പോൾ കട്ട്ലറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഇടാറ്. റോൾസ് എല്ലാം ആകുമ്പോൾ ഇങ്ങനെ ഇടുന്നത്. എക്സ്പേർട്സിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കണ്ട എന്തിനാ അങ്ങനെ ഇടുന്നത്. ഞാനേ ഒരു എക്സ്പേർട്ടിന്റെ അടുത്താണ്. അത് വേറെ കാര്യം. എന്റെ ഇതിലേ ഞാൻ എക്സ്പേർട്ട് ഉള്ളൂ. മറ്റുള്ള ഫീൽഡിൽ എക്സ്പേർട്ട് ഉള്ളവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി നമുക്ക് കുറച്ച് ഫുഡിങ് പഠിക്കണം. ഡെസേർട്സ് ഷുവർ. കേട്ടോ, എന്ത് രസമായിട്ട് കളറിങ്. സോ നോർമലി യൂഷ്വലി എല്ലാവരും കാണുമ്പോൾ ആയിരിക്കും നോർമൽ സ്പ്രിംഗ് റോൾ ആണെന്നായിരിക്കും. സോ വെൻ യു ഈറ്റ് ഇറ്റ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. കറക്റ്റ് നല്ല ഗോൾഡൻ കളർ. യാ ക്വൈറ്റ് ടെംപ്റ്റിംഗ്. സൈഡ്സ് ഒക്കെ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലോണം എണ്ണ പോയതിന് ശേഷം നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ. നല്ല ചൂടോടെ കഴിക്കണമെന്ന് തോന്നുന്നു അല്ലേ? ക്രിസ്പിനെസ് പോവും. പിന്നെ ഈ എണ്ണ എന്തായാലും കുറച്ച് അല്ലേ? കഴിയുന്നതും അത് ക്ലിയർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ് അത് ക്ലിയർ ചെയ്യാൻ. ചിലർ പറയും ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്താൽ റൗണ്ട് ചെയ്യുക. സോ വെൻ യു ലൈക്ക് നമ്മളിങ്ങനെ നമ്മളുടെ പാത്തിൽ വെച്ച് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മിഡിലേക്ക് വരും എന്ന് പറയും. സോ ഇറ്റ്സ് ഈസി ടു ടേക്ക് ഇറ്റ് ഓഫ്. വാവ്, ദാറ്റ്സ് എ ബിഗ് പോയിന്റ്. ഇങ്ങനെ പെട്ടെന്ന് കിട്ടും. ചെറിയൊരു ട്രിക്കാണ്. നല്ല ട്രിക്കാ അത്. എന്താണെന്നറിയോ, നമ്മൾ അടുത്തത് ഇടുമ്പോൾ ഈ കറുത്തത് അതിലേക്ക് പിടിക്കും. അപ്പൊ അതിന്റെ കളറിങ് ഇത്ര രസം വരില്ല. അപ്പൊ ഞാനൊരു പുതിയത് പഠിച്ചു. നാളെ ഞാനും ഇങ്ങനെ പറയും എല്ലാവരോടും. സോ ഇങ്ങനെ ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ബാച്ചിൽ ഇട്ട് കൊടുക്കും. ചിലത് റിപ്പീറ്റഡ്ലി ഇടുന്ന സമയത്ത് എല്ലാം നടുവിൽ തന്നെ വന്ന് നിൽക്കും. സോ ഇറ്റ്സ് ഈസി ടു ടേക്ക്. അപ്പം ഇങ്ങനെ എടുത്താൽ മതി. എണ്ണ സെറ്റിലായാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓഫ്. എല്ലാം ഇങ്ങോട്ട് പോരും. അപ്പൊ ഈ സാധാരണ നെൽക്ക് സെക്കൻഡ് സെറ്റ് ഇടുകയാണെങ്കിൽ ഈ കറുത്ത സാധനം അതിന്റെ മുകളിൽ പറ്റി പിടിക്കും. അപ്പൊ ഇതിന്റെ ആ ഭംഗി പോവും. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ആക്ച്വലി എടുക്കാം. ഓക്കെ. ഈ ഒരു കളർ അന്നാ എടുത്തിട്ട് കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് കളർ ചെയ്യും. പിന്നെ കുക്കാവുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കോരുമ്പോൾ ഉള്ള കളറായിരിക്കും, എടുത്തിട്ടാൽ വേറെ കളറായിരിക്കും. ഇത് ആക്ച്വലി നമുക്കൊരു സ്വീറ്റ് ചില്ലി സോസിൻ്റെ സോസൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടാനുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം. ഈവൻ ഇപ്പോൾ ഉള്ളിൽ കബാബിൻ്റെ ഫില്ലിംഗ് ആണല്ലോ. സോ ഈവൻ യു ക്യാൻ ഹാവ് ഇറ്റ് വിത്ത് മിൻറ്റ് സോസ്. നല്ല മിൻറ്റ് സോസ് ഉണ്ടെങ്കിലൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. മിൻറ്റ്, മയോണൈസ്, കെച്ചപ്പ് അല്ലേ? ചില്ലി സോസ്, ചില്ലി ഫ്ലേക്ക്, ഗാർലിക്കും കുറച്ച് ഓയിൽ ചൂടാക്കി കുറച്ച് ഗാർലിക് ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഗാർലിക് ഓയിലൊക്കെ ഇട്ട് എന്നിട്ട് അതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് ലേശം കോൺഫ്ലവറും വെള്ളവും കലക്കി കൊടുത്താൽ സോസ് ആവും. സോ ഇതെനിക്ക് ഈ ആബിത്ത കഴിച്ച് ടേസ്റ്റ് പറയാം. കാരണം ഇത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആബിത്ത തന്നെ എൻ്റെ ഇൻസ്പിറേഷനാണ്. ലൈക്ക് ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ലൈക്ക് സാരി സെല്ലേഴ്സുള്ള സമയത്തൊക്കെ ഫാമിലീസിൻ്റെ കൂടെ വരുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് നമുക്ക് വലുപ്പം വെച്ച് എനിക്ക് ഫുഡിനോട് ഇഷ്ടം തോന്നിയ സമയം തൊട്ടിട്ട് എൻ്റെ ഫാമിലിയുള്ളവർ പറയും യു ഹാവ് ടു ബിക്കം ലൈക്ക് ആബിദ റഷീദ്. അപ്പം ലൈക്ക് ഷീ ഈസ് മൈ ലൈക്ക് മൈ ഐഡിയൽ. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പം ഐ വാസ് ലൈക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ പിന്നെ തൂബനോട് പറഞ്ഞിരുന്നു ദാറ്റ്
you will be calling by Abida. അപ്പോൾ ഞാൻ കോള് കാണണ്ടപ്പോൾ വിചാരിച്ചു ഇനി ഇല്ലേന്ന്, ബട്ട് പിന്നെ എനിക്ക് കോള് വന്നു. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൂമെൻറ്റ് ദാറ്റ് ഐ എം ഷെയറിങ് എ സ്പേസ് വിത്ത് ഹർ. അപ്പോൾ ഇതിൻ്റെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് നേരിട്ട് കിട്ടുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമല്ലേ. താങ്ക് യു. ഇറ്റ്സ് വണ്ടർഫുൾ. എനിക്ക് നിങ്ങളെയൊക്കെ മനസ്സിലേക്ക് കയറാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ സന്തോഷം. സോ ഐ വെൽക്കം മോർ Filis like her to come and cook with me, and this is an opportunity. Please come. I'm there. Let us know if you would love to be with me in my YouTube kitchen. And I think I forgot to taste. Yes. Wow. This looks nice, crispy. Kadak. Crispy sound. Yes. Oh, the chicken is well cooked. It smells good. Moment of truth. It's nice. ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് കഴിച്ചിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടമായിരുന്നു. That is why she came here. So today again she did it with me and it came out very well. ഞാനിത് കോപ്പി ചെയ്യൂ. No. ഞാൻ കഴിച്ചുണ്ടാക്കി തിന്നോളൂ. No problem. കട്ട് ചെയ്തത്. ആ ചിക്കനില്ലേ നമ്മൾ അരച്ചുകൊണ്ടാണ് കേട്ടോ. നല്ല റവ പോലെ നിൽക്കുന്നുണ്ട് ചിക്കന്. ഇങ്ങനെ എന്താ പറയുക, ഇതുപോലെ തരി പോലെ ഉണ്ട്. അതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട്. അതുകൊണ്ടാണ് ഇയാൾ കബാബ് എന്ന് പറയുന്നത്. ഇറ്റ് നത്തിങ് റിലേറ്റഡ് വിത്ത് നോർത്ത് ഇന്ത്യൻ കബാബ്. അത് മിൻസ്ഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ പേര് കബാബ്. And like ഒരു ജ്യൂസി ആയിരിക്കും the meat. നല്ല മോയ്സ്ചർ ഉണ്ട്. മീറ്റ് ഈസ് നോട്ട് ഡ്രൈ. നോർമലി ചിലപ്പോൾ ആ മീറ്റ് ഭയങ്കര ഇങ്ങനെ ഒരു ജാതിയോ നീളത്തിൽ ഇങ്ങനെ വരും. അതില്ല. ആൻഡ് ഇറ്റ് ഈസ് വെരി ജ്യൂസി ആൻഡ് നൈസ് വിത്ത് എ ക്രിസ്പി ബൈറ്റ്. Thank you very much for coming, and we'll do Pleasure more and more. Mine. Thank you so much. And she's got a YouTube channel. Filistreats. Filistreats. Treats. And the treats. Treats. Yes. And what is your spelling for Fili? Fili. Filitreats. Yeah. And please watch her videos. I think she does wonderful snacks.